ഹലോ ഹായ് ഗൈസ് അപ്പം എല്ലാവർക്കും വെൽക്കം ഗൈസ്, വെൽക്കം ടു ദ ലൈവ് സ്ട്രീം. സോ ഇന്ന് നമ്മളെ ഗാങ്ങിലെ രണ്ട് പുലിക്കുട്ടികൾ അല്ലെങ്കിൽ രണ്ട് തക്കുടുവാകൾ ജനിച്ച ദിവസമാണ്. അപ്പം ഇന്ന് അതിനെ പ്രമാണിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ സെർവറിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതി നടത്താമെന്നുള്ളതുകൊണ്ട് പ്രിൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊമ്പനാന കുട്ടപ്പ എന്ന് പറഞ്ഞ സെർവറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. സോ അപ്പൊ എല്ലാവർക്കും ഗൈസ് വെൽക്കം ടു ദ ബർത്ത്ഡേ ലൈവ് സ്ട്രീം. പെട്ടെന്ന് കുറച്ച് സത്യം പറഞ്ഞാൽ എന്തെന്നറിയടാ, കൊമ്പന്റെ ബർത്ത്ഡേ നമുക്ക് അറിയത്തുള്ളൂ. ലൂഫിയുടെ ബർത്ത്ഡേ ഇന്നലെയാണ്. ഞാൻ ഇന്നലെ ലൂഫിക്ക് വിഷ് ചെയ്യുമ്പോഴാണ് എനിക്കറിയുന്നത് ലൂഫിയുടെ ബർത്ത്ഡേ ഇന്നലെയാണ്. അപ്പൊ ലൂഫിയുടെ കാര്യങ്ങളൊന്നും കുറെ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എടാ ഗോള് കംപ്ലീറ്റ് ആക്കാത്തവരൊന്നും കംപ്ലീറ്റ് ആക്കണം. ഒരു ഗോള് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഹലോ ഹലോ. ആ ഇതാരാണ്? ആരാ? എടാ എനിക്ക് പെട്ടിട്ട് അതിന്റെ ഡ്രസ് തരാന്ന് പറഞ്ഞ കൊമ്പൻ. ഓ അത്രേ ഉള്ളൂ. ഇത് ഡ്രസ് വിഷയം കേട്ടാ. ബാക്കിലോട്ട് കൊച്ചുഫുണ്ടായവരാണ്. കൊള്ളാം കേട്ടാ. ഫസ്റ്റ് ട്രൈ ആണ്. ഏതാ ഏതാ എഫ്എസ് ഉണ്ടോ അവിടെ? എഫ്എസ് മീൻ ഉണ്ടോ? അറിയില്ല. നിനക്ക് എന്താ എനിക്ക് അറിയാ. പിന്നെ നീ എപ്പഴാ ഇനി നന്നാവുക? അല്ല ഇവിടെ പരിപാടി വെച്ചാണ്. അപ്പം ഇതാണ് നമ്മളെ കൊമ്പനാന കുട്ടപ്പൻ സെർവർ. സോ ലോഗോ റൈച്ചറിൽ ലോഗോ കാണാൻ കഴിയുന്നു. വെട്ടി തിളങ്ങുന്ന സെർവറാണ്. ആൻഡ് ദിസ് ഇസ് ദ ഡ്രസ്. എങ്ങനെയുണ്ട് ഗൈസ്? റേറ്റിംഗ് ഇട്ടെ. നമ്മളെ FMX ചെയ്തതാണ്. ഒരു റേറ്റിംഗ് ഇട്ടെ. ഇതൊക്കെ സാധനം പെട്ടപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുക്കെ. എടാ മൈര ഡിങ്ക ഉണ്ടച്ചി. എടാ അത് ഓഫാക്കടാ മാറി. എടാ ഓഫാക്കടാ. ഇത് പൊട്ടുന്നത് മറ്റേ സാധനം. എന്ത് പൊട്ടുന്നാന്ന്? എടാ ഓഫാക്കടാ മൈര്. എടാ ഡിങ്ക ഇത് ഓഫാക്കിയത്. പോയിപ്പോ ഇത് നീ എന്തിനാണ് ഇങ്ങനത്തെ ഊമ്പിത്തരൊക്കെ എന്റെ അടുത്ത് ചെയ്യുന്ന? കൊല്ല്. ഏത് മൂട്? അമ്പലം മൂട്. ഏത് മൂട്? ഹലോ ഇതാരാ? ഹലോ ഹലോ ഹലോ. പറ്റന്മാര് ചില്ലറയാണ്. പിന്നെ അല്ല പിന്നെ ഇതാരാണ്? ഹലോ ഇതാരാ ഓടിക്കണ? ബോഡി അപ്പൊ ഇതാരാണ്? ഏതാണ്? ഏതാ? ഞാൻ പെൺമിനിന് വേണ്ടിയായിരുന്നല്ലേ. കിട്ടി. കൊച്ചുഞ്ഞിന് പിന്നെ പ്രത്യേകിച്ച് മുടിയൊന്നും വേണ്ടല്ലോ. കൊച്ചിനെ എന്തൊരു ജീവിതം. നമ്മളെ മുടിയൊന്നും ഇല്ലല്ലോ അളിയാ. നിന്റെ മുടിയൊന്നും ഇല്ല. ഉടുപ്പുണ്ട് കൊമ്പന്റെ. ഇതാരാ? മാമച്ചനാണിത് അല്ലെ? ഇനായത്താ? ചെറുക്കന്റെ ടീഷർട്ട് എത്ര? മനുഷ്യന്മാര് തന്നെ ഇവന്മാര്.
ഹലോ മാമച്ചാ ഓ സെറ്റല്ലേ? ആ സെറ്റ് സെറ്റ് എന്താണ് കൊമ്പന്റെ ബർത്ത്ഡേ മാമച്ച ഗിഫ്റ്റ് കൊടുക്കാൻ പോണ? ചാനൽ 4 വരെ എഴുതാൻ പറഞ്ഞ സെറ്റാണ്. സെറ്റാണോ? ആ. അത്രേ ഉള്ളൂ. ഞാൻ ചെലവ് set. അത്രേ ഉള്ളൂ. മാമച്ചന്റെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. Okay. ഇവനൊക്കെ ഏതാണ് ഇതൊക്കെ? അഖിലുണ്ടല്ലേ? അഖില കേട്ടോ, നിന്നെയൊക്കെ ഡോങ്ങിന്ന് കണ്ടാൽ തന്നെ നീയാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വേണ്ട. ഈ തലയിലെന്താ ഇത്രയും ചെവിയോ? എങ്ങനെ താടി നിർത്തി വാണ വെച്ചിട്ടുണ്ട്. താടിയെ കുറ്റം പറയല്ലേ? എന്തിനെ കുറ്റം പറയാൻ പിന്നെ? എന്നെ കുറ്റം പറഞ്ഞു, ഞാൻ താടി പറയും. നിന്റെ തന്നെ ഈ താടി എന്താണ് താടി? ചെറുക്കൻ വന്നിട്ട് എന്ത്? മറ്റേ എനിക്ക് കിട്ടുന്ന റെഡ്മിനാ അല്ല മറ്റേ സാധനം. ചായ ഓണായ, ചായ ഓണായ. ഉം. എടാ ഇതെന്തിനാ എനിക്ക്? എടാ ഇത് എന്താ ഡ്രസ് ഹാപ്പിയാണോ നീ? ഡബിൾ ഹാപ്പി. കൊമ്പന്റെ ഡ്രസ് നോക്കി. ഇതാരും മജീഷ്യനോ? ഇതൊക്കെ എന്തിനാ മയിരി പുണ്ടച്ചിടിങ്ക മയിലെ ഇതിന്റെ ഓണം സർവറിന്റെ അഡ്മിനായി പോയില്ലേ? ഞാനുണ്ടല്ലോ നിന്നെ കത്തിച്ചാനെ ഞാൻ. കൊള്ളടാ ഇതിപ്പം മൊത്തത്തിൽ കൊള്ളാം. ഏതാണ് ഇതല്ലേ തള്ളിയിരിക്കുന്നു? ഇതൊക്കെ ആരാ മുട്ട അടിച്ചിട്ട് ൂക്കറേ? ഇല്ല റേഡിയോ കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ആ റേഡിയോ ഇല്ലല്ലേ? റേഡിയോ വരും, റേഡിയോ വരത്തേ ഉള്ളൂ. വരത്തേ ഉള്ള എടി എടാ ഇത്ര അതാരാ ഇത്? പ്രൊഫഷണൽ ആവണ്ടാ? എവിടെണ്ടാ ഇതാരാ? സുനിമോനാ? ഇതാരാ ഇത്? അയ്യേ ഇത് നമ്മളെങ്ങനെ ഒരു ജീവി ജീവി എവിടെ? ഇതേ നിലത്ത് കിടക്കുന്നു. ഇതേ വന്ന് ഇതല്ലേ? കൊള്ളാലോ മോനെ നിന്റെ വേഷം. ഇത് കണ്ടിന്യൂ ചെയ്തോട്ടാ. ഇതാണ് പെർഫെക്റ്റ്. കേട്ടോടാ ലുച്ചി നടക്കി ലുച്ചി സിറ്റ് ലുച്ചി കമോൺ. ഇതെന്ത് ദത്തമ്മ ലുച്ചിയാ? കാണിക്കുന്നത്. ഇത് വിഷയം. എടാ നീ നടന്നടാ ചേച്ചി. എടാ എനിക്ക് ഈ പെട്ടെന്ന് ഇട്ടാ ഈ സ്രാവിന്റെ പെട്ടെന്ന് ഇട്ടാ. ഞാൻ എടുത്തില്ല, ഓൻ എങ്ങനെ വിട്ടു എനിക്കറിയില്ല. എടാ ഇവിടെ ഇട്ടാണത് ഇവൻ ചത്ത്. ചത്ത ഇവൻ. എടാ നീ കണ്ടില്ലേ സ്രാവൊക്കെ കരയിൽ കയറിയിരിക്കുന്നത്? എന്തൊരു സർവറല്ലേ? സ്രാവല്ലേ ഡോൾഫിൻ. എടാ അത് വെയിറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചതാ. നീ എന്നിട്ട് എടുത്തോട്ട് വന്നേ. ഇത് എന്നെ ഒന്ന് കൈകൊണ്ടിരിച്ചേ. ഇത് നോക്കി നീ. എടാ വേറെ വഴിയില്ല. ഞാൻ എന്റെ മുടിയില്ല ഇവിടെ. ഇതല്ലേ ഞാൻ ഹെൽമെറ്റ് ഇട്ട് കിടക്കുന്നത്. എടാ ഇത് എടാ പുണ്ടേ പെട്ടെന്ന് ഇട്. വേറെ പരിപാടി ഉണ്ടെന്ന് നിന്റെ സ്രാവ്. ഹലോ ശരി കള്ളനാ? ഇതാരാ ഇത്? അതിന്റെ പേരെന്താ? ജോസോട്ടി. ആ ഡാർസൻ മതി. എടാ വെട്ടി. ഇത് ഏതാണ് ഈ ചരക്ക്? നീ ഏതാണ് നാറി? രാജൻ. എടാ രാജൻ ഇറങ്ങി പറഞ്ഞിട്ട്. ഇതാരാ? ഹലോ കൊമ്പന്നടി. എടാ അതിന് ഈ നാറികൾ എന്നെ കയ്യോണ്ട് ഇടിക്കുന്ന. ആരടിച്ച ഞാൻ കൊന്നോളാം. എല്ലാത്തിനും കൊന്നു. പുഷ്പനെ കൊന്നു ആദ്യം. ഇവിടെ എനിക്കാ പുറ വരോടാ. എടാ പ്രിൻസേ മകളെ പ്രിൻസേ എനിക്ക് എടാ മൈരി പ്രിൻസേ എടാ എനിക്കിതാണ് എനിക്കത് പറക്കണോടാ. എനിക്കൊന്ന് പവർ തന്നെ. ഏതായാലും നമ്മളെ കളിക്കുന്ന ഇതിന്റെ ആനയൊക്കെ ഇത് എന്ത് കൊമ്പനെ ഇടിച്ചിരുന്ന ആന? ഇത് കൊമ്പനെ കളിക്കുന്ന ആന. ഇടിയാ ഞാനെ ഇത് ഇടിച്ചു ചാടിച്ചുണ്ടി. പ്രിൻസേ തന്നാ അമ്പേ അതേതാ? അതാ ഇതിന്റെ ഇത് കീഴാൻ പറഞ്ഞാണ്. ആനയുടെ ആടിന്റെ സൗണ്ടാ. ഞാൻ ഈ മുടിയാക്കിയാലോ? സെറ്റ് അല്ലേ ചായ മുടി? കൊള്ളാം. ഇത് ഞാൻ പറയാതിരിക്കും പെർഫെക്റ്റാ. സെറ്റ് അല്ലേ ഈ മുടിയാക്കാൻ? കൊള്ളാം. എടാ പ്രിൻസേ എനിക്കൊന്ന് തരാനത്. എടാ അഡ്മിന്റെ സാധനം താ എനിക്ക്. എടാ മൈര നീയൊക്കെ കിടന്ന് പറക്കുന്നുണ്ടല്ലോ ആ സാധനം തരാൻ. ഓ അല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനാ പറഞ്ഞിരിക്കുന്നത്. വേറെ തെറ്റി പോയി പറഞ്ഞാൽ പോലെ എനിക്ക്. ഇവിടെ പറക്കത്തുള്ളൂ താ. ആരും അറിയണ്ട. എനിക്ക് എല്ലാവരും പോയി പേടിപ്പിക്കണതാ. എല്ലാവരും കൊടുക്കണ്ട. പുഷ്പ ഇവിടെ പാലില്ലല്ലോ. പുഷ്പേ പാലം
കിട്ടി തന്ന നീ ഇവരാരും റേഡിയോ കയറിയില്ല. റേഡിയോ എത്ര പേരായി നോക്കും? 3 3 6 3 9 പേരായേ ഉള്ളൂ. എനിക്ക് റെഡി കിട്ടിയില്ല, എനിക്ക് റെഡി കിട്ടിയില്ല. അവിടെ എന്റെ അടുത്ത് അടുക്കടപ്പെടുവാ. ഈ ഭാഗത്ത് പോവേ എങ്ങനെ പറക്കുക ഫ്ലാഷ് ടി എക്സ് നോക്കിപ്പ് സ്ലാഷ് ടി എക്സ് അല്ലേ എന്നിട്ട് അതിലെന്താണ് ടെലിപ്പോട്ടാ പുഷ്പ നിനക്ക് റേഡിയോ വേണ്ടേ? വേണം. ബാ എന്നാ അല്ല ഈ പറക്കുന്ന എങ്ങനെയാണ് എടാ പറക്കുന്ന എങ്ങനെയാന്ന് നോക്കിപ്പടി എടോ റേഡിയോ കണ്ടിരുന്നു. ആനെ നിന്റെ പേരെന്താ ആനെ ഇത് മിണ്ടാത്താനെ ഹലോ പുള്ളേ എന്താണ് പുള്ളേ എന്താണ് പിള്ളേ? പേരെന്താ? ഇതാരാ പിള്ളേ ഇത്? എടാ, ഇതിന്റെ പേര് പറടാ. പേര് ജോസ് കുട്ടി. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അവിടേക്ക് drop ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസേ, എടാ എടാ വാവച്ചടാ ഇല്ലടാ ഹലോ എടാ ഹലോ റഷീദ് കാക്ക. ആരും നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിന്റെ പേരെ തരുന്നു റഷീദൊക്കെയാണ് അപ്പൊ നീ ഏടാ ചന്തി ഞാൻ ചോദ്യം കൂടി പോടാ ഓടിയാന ആനയെ പിടിയടാ, ആനയെ കിടന്ന് ഓർമ്മ. എന്തിനു പോക്കടാ ടി എക്സ് നീ എലിഫന്റ് പെട്ടെന്ന് മാറ്റുമോ? ജിപ്സി കയറി റേഡിയോ കൊള്ളാൻ കേട്ടോ എടാ ഇതൊക്കെ ഇത് നീയൊക്കെ എവിടെ വരുന്നത് ഇവിടെ ഫാഷൻ പരിപാടി വല്ലോണ്ടാ ഇതെന്തൊക്കെ എന്ത് പോലെ ഇതൊക്കെ ഒരുത്തർ ആനനെ പണ്ണണ്, ഒരുത്തൻ ബൊമ്മനെ പണ്ണുന്നു. എന്തൊക്കെ കാണണം. ആ പറ്റേ എന്റെ ടൈസ് ഇത്ര വളർന്ന് നീ ആന എന്നടാ പുഷ്പ ആന എന്നെ ചോട്ടുന്ന പുഷ്പേ ഇത് ആനടാ ഓടാ എന്താ ആന എന്താ കുണ്ടി കുലിക്ക് കളിക്കുന്ന ആന ആന താന തരുന്നു കൊമ്പനാന എരിഞ്ഞ് അയ്യോ എന്റെ പ്ലാസ്റ്റിക് എന്ത് പറ്റി? അയ്യോ പോവാ ഇവന്മാരൊക്കെ എന്തിനാ എടാ പോവാ റെഡിയില്ലേ എടാ റെഡി ഉണ്ട് റെഡി ഉണ്ട് ഇതൊക്കെ ഏത് ഇവനൊക്കെ ഏതാ നീ ഏതാ എന്റെ പേരെന്താ മയില് ഇത് ചാർലിക്ക് ഇവിടെ നിന്ന് ചികണ്ടിയാ ഹലോ എടാ ഒന്ന് ഇറങ്ങി വാടാ ഹലോ ഇതാരാ ഹലോ ഹലോ ഇതാരാ വണക്കം. വണക്കം யாரு நீங்க நான் எஸ் யூ ஹைரம் லாட்ஜ். എന്താ ஹைரம் லாட்ஜ். இல்ல இங்க எப்படி I was invited for a birthday. ഓ ഓക്കേ who is invited you Here. ആരാ ഓക്കേ നമസ്കാരം. നമസ്കാരം ടാസ ഞാൻ ഒരു കാര്യം പറയട്ടാ ടാസ നിന്നെ ഞാൻ ഇപ്പൊ കടലിൽ കൊണ്ടിടും അവിടെ നിന്ന് നീന്തി വരുന്ന കടലിലെ പരിപാടി ചെയ്യും പെട്ടെന്ന് വന്നില്ല ഞാൻ കൊണ്ടുപോകും കടയിറങ്ങുമ്പോ ഒറ്റ കാര്യം ചിറ്റപ്പ. മനുഷ്യ താഴെ ഇറങ്ങി 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 വണ്ടി ശരി സംഗിയാരേ ആ പോട്ടെ 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 പിന്നീട് പോലെ പവർ വേണം എടാ ബാക്കിയുള്ള മതി വരണം നീ വണ്ടി എടുത്തോ പോട്ടെ ഓ സ്ക്രീനിൽ TX മാറ്റേ. ആ എടാ തോക്കുരോ എനിക്ക് എല്ലാത്തിനും അടിച്ചിടണമായിരുന്നു എടാ ചാർലി വരുന്നുണ്ടേ വാടാ ഇവിടുന്ന് റേഡിയോ എടുത്തിട്ട് ഇവിടെ വന്ന് വണ്ടി കേടാ റേഡിയോ എടാ എടാ പുഷ്പ നിന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വണ്ടി കയറാൻ പറ ഏത് കൂട്ടാരൻ? ആ റൈറ്റ് സൈഡ് നിൽക്കുന്ന ചാർലി അല്ലേ ഞാൻ പറയുന്നത് കേൾക്കാം. കേക്കട വണ്ടി കയറ് പിന്നെ നിന്നെ കയറ്റി ഇരുത്തണ ഡ്രൈവറില് വണ്ടി കയറാ ആ പോട്ടെ എടാ ആരാണ് എടാ ഇതാണ് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നത് അടിച്ചിട പ്രിൻസ് അവനെ
എടാ ഫ്ലിപ്പ് എടാ ഫ്ലിപ്പ് അല്ലേ ഇത്? ലൂസി എന്റെ വായിരിക്കുന്ന കേക്കുവേ വലിയ ആന. എടാ പടകിൽ പാടിക്കോട്ടെ. പാടേറും കൊമ്പാ നന്നന്നാനെ. എങ്ങനെയല്ലേ പൂക്കരാജ് പെണ്ണാനയാ പെണ്ണാനയാ തപ്പിയാടാ ജിത്തി ഇതിന്റെ മുന്നേ. ഏതാ നീ നിന്റെ മുഖം നോക്കി കാണാ നീ. എടാ മൈജത്ത് എന്തൊരു പാന്റാ അത്? പബ്ജി നിച്ചു വരുന്ന നീ. പിന്നെ അവൻ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് അവന്റെ ഡ്രസ് നോക്കി കളർ മാറ്റിയാ മതി. പബ്ജിയിൽ പച്ചപ്പുല്ലായിട്ട് ഇടാ രാത്രി മേലത്തെ കളർ ഉള്ള കേട്ടോ. രാത്രി ഞാൻ പറഞ്ഞില്ലേ രാത്രി ഈ വൈബ് റെഡി സൈലന്റ്. കുറച്ച് ചെയ്യാനായിട്ടുള്ള തൽക്കാലം കുഴപ്പമില്ല ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ലോട്ടറിയാ. ഇവിടെ നിൽക്കണേ ഞാൻ പറയാൻ പറഞ്ഞു. എല്ലാരും അച്ചടക്കത്തോടെ ഇരിക്കണം. ഒരു പാട്ടിടാം. നീ അങ്ങ് പാടാകില്ലേ തുമ്പിക്കയില് വെള്ളം വരുന്ന മുന്നോട്ട് വന്നേ. കടന്നൊരു കൊമ്പാറ്റിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ മുടി മാറ്റി. വെള്ളം തുമ്പിക്കയിന്ന് ഞാൻ പറഞ്ഞു പോകാം. ഇത് എന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. എന്താ എടാ നിങ്ങളൊന്ന് കൊമ്പനെ മുന്നോട്ട് വിടാവോ? ഇത് നിങ്ങളെ ബർത്ത്ഡേ അവന്റെ ബർത്ത്ഡേ. കൊമ്പന് ലൂഫി നടക്കും. രണ്ടാളെ ബർത്ത്ഡേ ആണ്. കൊമ്പന് ലൂഫി ഉണ്ട്. എടാ ലൂഫി നീ എന്താ ഈ ഊമ്പി ഡ്രസ് ഇട്ട? അല്ല സോറി അല്ല നീ എന്താ ഈ ഡ്രസ് ഇട്ട? നിനക്ക് നിന്റെ അല്ല അത് മാറിപ്പോയി. ഒരു ഡ്രസ് എടുത്തിടാ നാറി. ചെട്ടി അതിട്. അതാവുമ്പോ നല്ല ചേർച്ചയാണല്ലോ. ഹോൾഡ് ഡ്രസ് മാറിക്കോട്ടെ. പൊട്ടിക്കൂ ഞാൻ കണ്ടില്ലേതോ. ഇത് മാറിയ തൃശ്ശൂർ പൂരായ പൂരങ്ങളുടെ ഞാൻ ലൂക്കടെ വരാം. എടാ 57 കത്തിയല്ല ബാ എന്റെ പിന്നെ പട്ടക്കാന ലൂഫി കുറച്ച് ഡൗൺ തോർത്താണേ. എന്റെ പൊന്നോ കൊമ്പന തളച്ചത് ശരിയാ. എന്ത് സ്റ്റേജാണ് ശരിയാ. കാലം മാറിടും നേരിൻ പാതക ശരിയാ. ശരിയാ നീ കേട്ടത് ശരിയാ. കാടളക്കി വരണ കൊമ്പന തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ ശരിയാ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും നേരിൻ പാതക ശരിയാ. വിഷയം കേട്ടോ വിഷയം മയില്. ഞാൻ ആദ്യം ബാക്കിൽ നിന്ന് പൊട്ട സാധനം കണ്ടു. ഇത് എന്തിനാ അല്ല ഇവന്മാരെ പറ്റിക്കാൻ വേണ്ടി സാധനം വെച്ചായിരുന്നു ഇതിന്റെ ബാക്കില്. തീ പോതാ ആ സാധനം പൊങ്ങി പകല് കത്തിപ്പോയത്. നല്ല സൗണ്ട് ഉണ്ടോ? സെറ്റ് അപ്പൊ എല്ലാവർക്കും എല്ലാരും സീറ്റി കയറുന്ന സീറ്റി കയറേ സീറ്റി കയറടാ. ചെറുത് ഇതെന്താ? ആ കുഴപ്പമില്ല നിങ്ങൾക്ക് മുഖം നോക്കിയിരിക്കാം. കുഴപ്പമില്ല നിങ്ങൾ തൽക്കാലം ഇരുന്നോളൂ. പെണ്ണിച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എടാ അവന് ചീറ്റി കൊടുക്കേണ്ട ജിപ്സി നാറിടാ ഇറങ്ങിപ്പോയി ബാക്കി. മോണിറ്റർ അടിച്ചു പോയ ബോക്സിനെ ഞാൻ വിശ്വസിക്കുന്നു. നനച്ചത് ശരിയാ.
ചില നമുക്ക് സമയത്തിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു സ്റ്റേജ് അറേഞ്ച് എടാ അവനും കൂടെ വിളിക്കണം, അവന്റെ ബർത്ത്ഡേ ഇല്ലേ? നീ ഞാൻ പറ ആ മൈക്കിന്റെ അടുത്ത് സംസാരിക്കില്ലട്ടാ, എല്ലാരും കേൾക്കും. എടാ, അവനെ വിളി. ഹലോ സുഹൃത്തുക്കളെ, എടാ, എല്ലാം ലൂപ്പിക്കുള്ള എന്താ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഇത് പറഞ്ഞത്. എനിക്കറിയില്ല, ചിലപ്പോ സർപ്രൈസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ലുഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഹാജരായിട്ടുണ്ടോ? ലുഫി സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അപ്പൊ നമ്മുടെ കൊമ്പന്റെയും ലുഫിയുടെയും ബർത്ത്ഡേ ആണ് ഇന്ന്. ബർത്ത്ഡേ വിഷു പറയേണ്ടതാണ് നമ്മുടെ റേഡിയോയില്. പ്രിൻസേ, നിങ്ങൾ പരിപാടിക്ക് വന്നല്ലേ ഇവിടെ? പോയി എവിടെ പോയി തിരി പോയി. ഇല്ലടാ, ഞാൻ സോളാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഇവനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ, ഇവനെ വിളിച്ചിട്ട് വരാൻ പറ പ്രിൻസിന്റെ അടുത്ത്. ഉണ്ണി പറഞ്ഞല്ലോ വീട്ടിൽ, ഉണ്ണി പറഞ്ഞല്ലോ. 18 26 ആയിരത്തി 26 ആ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. 26 ആ ഉക്കർ നീ ഇവിടെ ഉണ്ടല്ലേ? ഇയാളീ ഫ്രണ്ടിൽ കയറി പറയട്ട്. അപ്പൊ നമുക്ക് സമയത്തിന്റെ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു പരിപാടി സെറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം കൊമ്പന്റെയും ലൂഫിയുടെയും ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ആദ്യം തന്നെ നമുക്കൊരു കേക്ക് മുറിക്കൽ ചടങ്ങാണ്. എല്ലാവരും കേക്കിന്റെ ചുറ്റും വന്ന് നിൽക്കണം, അടുത്ത് വന്ന് നിൽക്കണം. എല്ലാരും രണ്ടടി മാറി അവര് നടു കയറിക്കട്ടെ. ആ ചെല്ലു, രണ്ടാളും ചെല്ലു. കൊമ്പനും ലൂഫിയും എല്ലാരും അച്ചടക്കം പാലിക്കേണ്ട. ഈ ലെഫ്റ്റ് സീറ്റ് ഇരിക്കുന്നമാർക്കൊന്നും കാല് പൊങ്ങൂലേ? മാമച്ചൻ ആൻഡ് ഇനായത്ത്. മാമച്ചാടാ ലൂഫി എന്ത് ചെയ്യും? ഞാൻ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും അടുത്തോട്ടേക്കുണ്ടാണ്, കേക്കിന്റെ അടുത്തോട്ടേ. ലൂഫി ഡൗൺ ടോത്ത് കാണിക്കണ്ട, അങ്ങ് കയറി എന്നോളൂ. ഇവിടെ നിന്ന് പാടിക്കോളാം. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ കാണിക്കാൻ ഒരു സാധനം കാണിക്കണ്ട. അയ്യോ സോറി. പുഷ്പയുടെ ഇറങ്ങിയില്ലേ? എല്ലാവരും ലെഫ്റ്റ് ഓൾട്ട് വെച്ചിട്ട് ആ കേക്ക് മുറിക്കുന്നതാണ്. എന്തെന്ത് കേട്ടില്ല? കൊമ്പനും ലൂഫിയും ലെഫ്റ്റ് ഓൾട്ട് വെക്കിട്ട് കേക്ക് മുറിക്കും. രണ്ടാൾ കണ്ണു വെച്ചിട്ട് കേക്ക് മുറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കൊമ്പച്ച ലൂഫി. നല്ലൊരു ഹലോ തല്ലുന്ന സോറി സോറി. അതെ എന്റെ തന്തക്ക് മേടിച്ചോളൂ. കൊമ്പ പുഷ്പയുടെ വായിലൂടെ വെച്ചു കൊടുത്ത്. അവന് വായ വെച്ചു കൊടുക്കുന്ന ഇഷ്ടമെന്ന്. എല്ലാത്തേക്ക് പുഷ്പയ്ക്ക് ഓരോ കഷ്ണം വായ വെച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാരും വെച്ചെടുക്കണം. മൾട്ടിപ്പിൾ ഡിസോർഡർ ഉള്ളവനാ. അപ്പൊ ഇന്ന് ഈ പരിപാടി എല്ലാവർക്കും എത്തിയ എല്ലാവർക്കും നന്ദി ഉണ്ട്. എന്റെ എല്ലാവർക്കും ഓരോ സാധനം കൊടുക്കാണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോന്ന് വെച്ചുണ്ട്. ഇതിലേക്കും എല്ലാരും വരിവരായിട്ട് നിൽക്കൂ. എന്റെ ബാക്കി വന്ന് വരിയായിട്ട് നിൽക്കണം. അപ്പൊ ജിപ്സി നടുലോട്ട് കയറി എന്താ ക്വാറന്റൈൻ പോയിക്കുന്ന. നിനക്ക് വേറെ സാധനം ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. കൊമ്പൻ ഇങ്ങോട്ട് വരണേ, കൊമ്പൻ ഇങ്ങോട്ട് വരണേ. കൊമ്പൻ സ്റ്റേജിലോട്ട് എത്തിപ്പെടേണ്ടതാണ്. കൊമ്പൻ നടുക്കിക്കണ്ടാണ്, നടുക്കി ജിപ്സിയുടെ നടുക്കിക്കണ്ടാണ്. ജിപ്സിയുടെ നടുവില് ഞാൻ എന്റെ മുന്നേ ഒന്ന് നിൽക്കേണ്ടതാണ്. ഫ്രണ്ടില് എന്റെ ഫ്രണ്ടില് ബാക്കോട്ട് പോയില്ല ജോണെ. ഇമാരൊക്കെ ഏതാണ്? നിന്നോളൂ. 2 ലൈനായിട്ട് വെക്കൂ, 2 ലൈനായിട്ട് വെക്കൂ, 2 ലൈനായിട്ട് വെക്കൂ. ലൂഫി ഫ്രണ്ടിലോട്ട് വരൂ, ലൂഫി ഫ്രണ്ടിലോട്ട് വരൂ. റൈറ്റിലോട്ട് വെക്കൂ, റൈറ്റിലോട്ട് എന്റെ ഫ്രണ്ടിലോട്ട് വരൂ. ഒന്നും ആണെങ്കിൽ നീ എന്താണ് ഈ ചത്ത പോയെ പോലെ നിൽക്കുന്നത്? അപ്പം കൊമ്പന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഒരു പക്ഷാഭേദം ഇല്ലാണ്ട് നമ്മൾ എല്ലാവർക്കും തരുന്നതായിരിക്കും. ആദ്യം കൊമ്പന് കൊടുക്കാണ്. കൊമ്പൻ ഞാൻ കൊണ്ടുവരാം. കൊമ്പൻ ഐഡിയ എത്രയായിരുന്നു? റേഡിയോ നോക്കിട്ട് പറ. റേഡിയോയിലെ പേരുണ്ട്. തന്നിട്ടുണ്ട്. കിട്ടിയോ നോക്കി. അതെടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ. എനിക്ക് വേണ്ട. പുഷ്പയ്ക്ക് 2 കൂട്ടി കൊടുക്കണേ. അതിന്റെ ഫാനാ.
ഇതൊരു സെർവർ വെച്ചോ എടാ എനിക്ക് 3 വേണേ. നിനക്ക് 3 തരുന്നത് മോനെ, മൂന്നോ നാലോ സെർവർ വെച്ചോ റൗസർ ആണല്ലേ എന്നാ ജിപ്സി ഐഡി പറ. ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ചോദിച്ചു മേടിക്കണം. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. എടാ ഊക്കർ ഐഡി 12. മോനെ ഫുള്ള് എടാ ലൂപ്പി കിട്ടിയില്ലല്ലേ? ആനയുടെ ഔചിത്യത്തിൽ ഉണ്ടാക്കുന്നതാ. അതിന്റെ ഐഡിയ പറഞ്ഞ ലൂപ്പി അല്ല ഒന്നും തിന്നണം നീ. തിന്ന് സെർവർ വെച്ചോ ഈ ചായ ജിപ്സി പറയണേ ഏലക്കായ ഉണ്ട് അതിന്റെ ഉള്ളില്. ഏലക്കായ ഏലക്കായ ഉണ്ട് ഉള്ളില്. പായസം പിടിച്ചില്ല നമ്മുടെ മിഡ് മീൽ ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? അവന്റെ മീല് ചാണാ പറ്റിക്കുന്ന മീല്. കണ്ടോടോ സ്റ്റേജ് കണ്ടോടോ ഞാൻ ഇറങ്ങി ഹാപ്പി ബർത്ത്ഡേ ലൂഫി, ഹാപ്പി ബർത്ത്ഡേ ലൂഫി. ഫുഡ് കഴിച്ചല്ലേ? 90 വയസ്സ്. വെമ്പയറാടാ നീ? ഇതാരാണ് ഇവനേതാ? നീ ഏതാ? ചായ ഐഡി എത്ര ഐഡി എത്ര? എല്ലാമാരൊന്നും മിണ്ടാതിരിക്കോ ഇവിടെ തൊലിക്കണല്ല നോമ ആ കേക്ക് ഭാഗ്യ കഷ്ടം കേക്ക് കേക്ക് കിട്ടിയാ ചായ കിട്ടിയാ? ആനപ്പിണ്ടത്തിന്റെ കേക്കാന്ന് പറയുന്നത് വയ്യ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എല്ലാരും വയറ് നിറച്ച് കഴിച്ചാ? എന്തോ ആനപ്പിണ്ടോ? ജിപ്സിക്ക് ഏലക്കായ ഇട്ടില്ല ആനപ്പിണ്ടത്തിന്ന് ജിപ്സിക്ക്. ഒരിക്കൽ അടിച്ചത് കളിച്ച് പിന്നെ മുറിച്ച് കഴിക്കാൻ കേട്ടോ. കേക്ക് മുറിച്ച് കഴിക്കാൻ പറ്റുമോ? എന്താ എനിക്ക് പ്രിൻസ് സാർ എന്തെങ്കിലും പറയാമോ? ടിപി സാർ സ്ട്രാങ്കാക്കലും കിട്ടിയാ കിട്ടിയാ കിട്ടിയാ. ഞാൻ എന്താ പറയുന്നത്? അതെ 26 തികഞ്ഞേക്കുന്ന കൊമ്പനും 19 തികഞ്ഞേക്കുന്ന ലുഫിയും സ്റ്റേജിലോട്ട് വന്ന് അവരവരുടെ എക്സ്പീരിയൻസ് ഇത്ര നാള് ജീവിച്ചോണ്ട് എന്തുണ്ടാക്കി എന്നൊന്ന് പറയേണ്ടതാണ്. പ്ലീസ് ഒന്ന് എന്തുണ്ടാക്കിയെന്നോ? എന്ത് ബർത്ത്ഡേ ദിനം ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പീച്ചൊക്കെ ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അന്ന്. എല്ലാവരും ready ആണ് speech ഒക്കെ. എല്ലാരും സൈലന്റ് ആയി സൈലന്റ്. സൈലന്റ് ആവുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. മോട്ടിവേഷനിൽ എനിക്ക് സ്പീച്ച് അറിയാൻ തോന്നില്ല കേട്ടാ. ഞാൻ ഓരോ ഡയലോഗ് നിർത്തുമ്പോൾ അപ്പൊ തന്നെ സൗണ്ട് വേണം. ഇന്ന് എന്റെ ജന്മദിനത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതാണ്. നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും തന്നെ ഒരു ആഘോഷമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം പ്രത്യേകമാണ്. കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ മറ്റൊരു വർഷത്തിന്റെ തുടക്കമാണ്. സുഹൃത്തുക്കളാണ് ജീവിതത്തിലെ മനോഹരമാക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സന്തോഷം എനിക്ക് സാധ്യമായിരുന്നില്ല. ഇല്ലാത്ത കുറെ തെണ്ടുകളെ നിങ്ങൾ നൽകിയിരുന്ന എല്ലാ സമ്മാനങ്ങളും അതിലുപരി നൽകിയിരുന്ന മനസ്സിന്റെ ചൂടിനും 1000 നന്ദി. ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് ചിരിച്ചും ആഘോഷിച്ചും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിക്കൊണ്ടും പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏതാണ് സത്യം? MA പഠിച്ചാലും BA പഠിച്ചാലും എല്ലാം മറക്കരുതും കൂടി പറയാം. ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് കേട്ടെ ലുഫി നിന്റെ ബർത്ത്ഡേ യൂക്കറാണ് സംസാരിക്കേണ്ടത്. പറ എന്താണ് നിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇവൻ എന്താ ഫീലിങ്സ് ഇല്ലാത്ത ജീവി. എടാ നീ നമ്മളെ ഗാങ് കേട്ടിച്ചുള്ള കാര്യം പറ. ഇറങ്ങിപ്പോ നീ ഒരു പൈന് പറയണ്ട, ഞാൻ പറയാം. അച്ചർക്കൻ ഒരു ഇന്റർവേർട്ട് ആണ്, അതുകൊണ്ട് ഞാൻ പറയാം. ഗാങ്ങിൽ കയറിട്ട് ഇത്രയും നല്ലൊരു അച്ചടക്കവും മാന്യമായ ഒരു പയ്യനെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ഗാങ്ങിലില്ല. ഉണ്ടായതിന് പയ്യനുണ്ട്, മുന്നിൽ ഇത് കുണ്ടി കുളിക്കൊണ്ടിരിക്കുന്നു. അവ ഇപ്പൊ ഒരു 60 പയ്യായി മാറിയിട്ടുണ്ട്, അഖിൽച്ചോടെന്ന് പറയും. അപ്പം അതുപോലെ തന്നെ നല്ലൊരു മാന്യമായ പയ്യനാണ് ചെറുക്കൻ. അപ്പൊ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും ലൂഫിക്ക് വേണ്ടി ഞാൻ നേരിടുന്നു. ആ മതി. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. രണ്ട് വാക്ക് പറയട്ടെ. ഈ സ്റ്റേജ് നിർമ്മിച്ച സ്റ്റേജിൽ ഇറങ്ങാണ്ട് കമ്മിറ്റിമാർ എടുത്തോണ്ട് മാറ്റി പോടാ. ആയിരത്തിലേക്ക് നിന്റെയാ നിന്റെ ബർത്ത്ഡേക്ക് ഇതിനെക്കാട്ടി വലിയ സ്റ്റേജ് വേണ്ട പുഷ്പ. നമ്മള് ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ തുടക്കമല്ലേ പുഷ്പേ? ഹലോ, ഇപ്പം ഗാങ്ങിൽ ഇപ്പൊ കറന്റ് കളിച്ചോണ്ടിരിക്കുന്ന ഓരോരോ പ്ലേയേഴ്സിനും കൊമ്പനെ ലുഫിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് കയറി ഒന്ന് പറയാം. ഓരോരുത്തരായിട്ട് ന്യായമായ കാര്യങ്ങൾ പറയാനുള്ളവർക്ക് കയറാം. പുഷ്പേനെ അങ്ങോട്ട് റിജക്ട് ചെയ്തിരിക്കുന്നു. പുഷ്പ ജന്മന കേട്ടുന്നില്ല.
ഇത് ആർക്കും ഒരു അഭിപ്രായം പറയില്ല, എല്ലാം പ്രതിമ